വുമൻസ് ഡേ സ്പെഷ്യൽ പരിപാടി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കുരത്തിക്കാട്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ഭവതി ദേവത. എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ, എവിടെ സ്ത്രീകൾ ആരാധിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ രമിക്കുന്നു എന്നാണല്ലോ. സ്നേഹം, കരുത്ത്, ത്യാഗം എന്നിവയുടെ പ്രതീകങ്ങളായ എല്ലാ സ്ത്രീകൾക്കും ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ. ലിംഗസമത്വത്തിനായുള്ള പോരാട്ടത്തിൽ പങ്കുചേരാനും സമൂഹത്തിന്റെ പുരോഗതിയിൽ സ്ത്രീകൾ നൽകുന്ന സംഭാവനകളെ ആദരിക്കാനും ഈ ദിവസം നമ്മൾ ഉപയോഗിക്കുന്നു. അവകാശങ്ങളും നീതിയും ഉറപ്പാക്കി സ്വപ്നങ്ങളിലേക്ക് കുതിക്കുന്ന എല്ലാ വനിതകൾക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ നേരുന്നു. നമ്മുടെ ലോകത്തെ സ്വാധീനിച്ച ഒട്ടേറെയായ പ്രമുഖ വനിതാ വ്യക്തിത്വങ്ങളുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായി ഞാൻ കാണുന്നത് ഈ വാക്കുകളാണ്: രാജ്യസേവനത്തിനായി മരിക്കേണ്ടി വന്നാലും ഞാൻ അതിൽ അഭിമാനിക്കും. എന്റെ ഓരോ തുള്ളി രക്തവും ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും അതിനെ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഞാൻ സംഭാവന ചെയ്യുന്നത്. ഈ വളരെ പ്രശസ്തമായ ഈ സന്ദേശം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇന്ത്യയുടെ കരുത്തയായ ഏക വനിതാ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാ ഗാന്ധിയുടേതാണ്. ഒപ്പം തന്നെ ഏറെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം മദർ തെരേസയുടേതായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. നേതാക്കൾക്കായി കാത്തിരിക്കരുത്, തനിയെ ചെയ്യുക. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസിക്കുക. കാരണം അതാണ് ശക്തിയുടെ ഉറവിടം. നമ്മുടെ മലാല യൂസഫ് സായി അവർ പറയുന്നു, നിശബ്ദരാക്കപ്പെടുമ്പോൾ മാത്രമാണ് ശബ്ദങ്ങളുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നത്. ഇങ്ങനെ ഒട്ടേറെ വനിതകളുടെ വളരെ ശുഭോദാക്കങ്ങളായ സന്ദേശങ്ങൾ ഈ വനിതാ ദിനത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഈ വനിതാ ദിനത്തിന്റെ പ്രാധാന്യം നമ്മൾ വനിതകളുടെ നേട്ടങ്ങളെ ആഘോഷിക്കുവാനും ഒപ്പം തന്നെ വരും കാലങ്ങളിൽ അത് ഏറെ പ്രചോദനമാകുവാനുമാണ്. വളരെ ദുഃഖകരമായ കണക്കുകൾ നമ്മുടെ മുന്നിൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഓഫ് ഇന്ത്യ നൽകുന്നുണ്ട്. മറ്റു രാജ്യങ്ങളെക്കാൾ ഉപരി വനിതകൾക്ക് നേരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്ന രാജ്യങ്ങളായി അതിലൊന്നായി നമ്മുടെ രാജ്യത്തെ കണക്കുകളിൽ ഉൾപ്പെടുത്തുമ്പോൾ ഏത് ഇന്ത്യക്കാരനാണ് അല്പമെങ്കിലും ജാള്യത തോന്നാതിരിക്കുക? രാഷ്ട്രീയം, ശാസ്ത്രം, ബിസിനസ്, കായികം, കല, സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നീ മേഖലകളിൽ സ്ത്രീകളുടെ സംഭാവനകളെ നമുക്ക് ഈ സുദിനത്തിൽ ഓർമ്മിക്കാം. ലിംഗപരമായ വേതന വ്യത്യാസം, അസമത്വം, വിവേചനം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എന്നിവയിലേക്ക് ഈ ദിനം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഏറെ പ്രശസ്തമായ ഒരു സിനിമാ ഗാനമുണ്ട്, കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യ ഭാവനെ എന്നത്. ഇല്ലേ? ഇന്ന് ആ ചിത്രമൊക്കെ നമുക്ക് മാറി. ഫെമിനിസത്തിൻ്റെയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും ഈ പുതിയ കാലയളവിൽ ലിംഗസമത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ വർഷവും നമുക്ക് മാർച്ച് 8 കടന്നു പോകുന്നുണ്ട്. കൂട്ടായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യേക പ്രമേയമാണ് ഈ വർഷം നമുക്ക് വനിതാ ദിനത്തിൽ പ്രത്യേക തീം എന്നുള്ള നിലയിൽ നമ്മൾ വനിതാ ദിനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഗിവ് ടു ഗെയിൻ, ഗിവ് ടു ഗെയിൻ എന്ന പ്രമേയത്തിലൂടെ ലിംഗ സമത്വത്തിനായുള്ള കൂട്ടായ്മയും പിന്തുണയും ഊന്നിപ്പറയുന്നു. അതായത് രാജ്യത്തിൻ്റെ, ലോകത്തിലെ എല്ലാ വിഭവങ്ങളും, പ്രത്യേകിച്ച് എല്ലാ തരത്തിലുമുള്ള നാച്ചുറൽ റിസോഴ്സസും, അതിനേക്കാൾ ഉപരി ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഏറ്റവും പുതിയ കണ്ടെത്തൽ പോലും തുല്യമായി പകർന്നു നൽകി സ്ത്രീകളെ ശാക്തീകരിക്കുക എന്നുള്ളതുമാണ് ഗിവ് ടു ഗെയിൻ എന്ന വനിതാ ദിന തീമിൻ്റെ പ്രാധാന്യം. കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങൾ പുരോഗമിച്ച് വികസിച്ച് ആത്യന്തികമായ ഫെമിനിസത്തിലും വനിതാ മതിലിലും ഏകീകൃത യൂണിഫോമിലും ന്യൂട്രൽ ജെൻഡറിലുമൊക്കെ എത്തി നിൽക്കുമ്പോഴും അത്
പുരോഗമനത്തിൻ്റെ പുതിയ കാലഘട്ടത്തിൻ്റെ കാലമായി കാണുമ്പോഴും യഥാർത്ഥ സ്ഥിതികൾക്ക് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്? രാഷ്ട്രീയ രംഗത്ത് ഉള്ള പ്രാതിനിധ്യം, സാമൂഹിക സാംസ്കാരിക രംഗത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം, ഇവയൊക്കെ എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ വനിതാ ദിനത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുമാത്രമല്ല, സ്ത്രീയെ സ്ത്രീയായി കാണാത്ത പല ഉട്ടോപ്യൻ വാദങ്ങളും വിവാദങ്ങളും അവർക്ക് തന്നെ ദോഷമായി ഭവിക്കുന്ന ദുരനുഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് സങ്കടകരമാണ്. എന്തായാലും ശരി, ഒട്ടേറെയായ ഇരകളുടെ പേരുകൾ ഒരു വലിയ എണ്ണമറ്റ നിലയ്ക്കാത്ത പേരുകളായി തുടർന്നു വരുന്നത് നമുക്ക് ഈ വനിതാ ദിനത്തിലെങ്കിലും ചർച്ച ചെയ്യുവാനും അവയെ അവസാനിപ്പിക്കുവാനും കഴിയട്ടെ എന്നാണ് ആഗ്രഹം. അത്തരം പേരുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. തുഷാര, കൃതി, ഉത്ര, വിസ്മയ, പ്രിയങ്ക, അർച്ചന, മഫിയ, ഇവരൊക്കെ പേരുകൾക്ക് പിന്നിൽ അനുഭവിക്കപ്പെടേണ്ടി വന്ന സങ്കടകരമായ ഓരോ ദുരനുഭവങ്ങളാണ്. ആവർത്തിക്കപ്പെടുന്ന സ്ത്രീധന പീഡന കഥകളിലെ ദുരന്ത കഥാപാത്രങ്ങൾ വീട്ടിലും റോട്ടിലും പള്ളിയിലും പള്ളിക്കൂടത്തിലും താമസ സ്ഥലത്തും ജോലി സ്ഥലത്തുമൊക്കെ പീഡനക്കഥകളിൽ മലീമസമാവുകയാണ് ഇന്നും. ഈ ആധുനിക 2026 വനിതകളുടെ ചരിത്രം എന്ന് പറയുമ്പോൾ പൂർണ്ണമായി അതിനെ നമുക്ക് തൃണവൽഗണിക്കുവാൻ കഴിയില്ല. അടിസ്ഥാനപരമായി ഈ വിഷയങ്ങളിൽ പഠനം നടത്തുവാനും അവയുടെ ആധിക്യത്തെ കുറയ്ക്കുവാനും ക്രൈം റേറ്റുകൾ കുറയുവാനും നമുക്ക് വളരെ ഗഹനമായ ചർച്ചകളും പഠനങ്ങളും ഒപ്പം തന്നെ അവയുടെ നടപ്പിലാക്കലുമൊക്കെ തന്നെ കൂടിയേ തീരുള്ളൂ. മദ്യ മയക്കുമരുന്നുകളുടെ തേരോട്ടത്തിലും പ്രേമ പ്രണയ കഥകളിലും ദാമ്പത്യ തകർച്ചകളിലുമെല്ലാം കൂടുതൽ ഇരകളാകുന്നതും ഇന്നും സ്ത്രീകളും കുട്ടികളുമാണ് എന്നതാണ് ഏറെ സങ്കടകരം. സോഷ്യൽ മീഡിയകളുടെ ചതിക്കുഴികളിൽ വീഴുന്നത് ഇന്ന് ഒട്ടും ചെറുതല്ലാത്ത എണ്ണമുള്ള ക്രൈം ആയി മാറിയിരിക്കുന്നു. അതിലേറ്റവും കൂടുതൽ ഇന്നും സ്ത്രീകൾ തന്നെയാണ് ചെന്നുപെടുന്നത് എന്നുള്ളത് സങ്കടകരമാണ്. ഏറ്റവും ഒടുവിൽ വിദ്യാർത്ഥിനികളും ചെറുപ്പക്കാരികളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ അവമതിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ കണക്കുകൾ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലും കണ്ടതാണ്. വനിതാ ദിനം ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി തുടങ്ങിയ ചരിത്രപരമായ യാത്രയുടെ പ്രതീകമാണ്. ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും യാത്ര ദൈർഘ്യമേറിയതാണെന്നും ഇനിയും വളരെയധികം കാര്യങ്ങൾ ചെയ്യേണ്ടത് ആണെന്നുമുള്ള ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ ദിനം കടന്നു വരുന്നത്. ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ താണ്ടുവാൻ എന്നുള്ള മഹത്തായ ആ കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ വനിതകൾക്കും ഹൃദയപൂർവ്വം വനിതാ ദിനാശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്.